സംബന്ധിച്ച് ഞാൻ പാലക്കാട് വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ എവിടെ സംസാരിച്ചിടത്തും ശോഭനും സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും അങ്ങനെ ഒരു പറ്റം സ്ഥാനാർത്ഥികൾ ജയിച്ചു നിയമസഭയിൽ വരേണ്ട അത്യാവശ്യമാണ്. അത് ആരുടെ ആവശ്യമാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എല്ലാ പ്രചരണ യോഗങ്ങളിലും എനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരണവും പ്രതിപക്ഷവും രണ്ടുപേരും പെടും. പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ചെയ്തികളെ സംബന്ധിച്ച് ആ ചെയ്തികൾ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത പ്രതിപക്ഷം എന്ന നിലയ്ക്ക് വിമർശന രൂപേണ പറഞ്ഞു പോയിട്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എന്തൊക്കെ വേണമായിരുന്നു അത് സ്വർണ്ണപ്രഭയുടെ കാര്യമായാലും കേന്ദ്ര പദ്ധതികൾക്ക് സ്കീമിന് അനുസൃതമായി എങ്ങനെ കേരളത്തിലെ ജനതയ്ക്കും കേന്ദ്രഭരണത്തിന്റെ നന്മ എത്തണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പുറത്ത് ജനങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള എല്ലാ ശകലങ്ങളും ജനങ്ങളുടെ ബോധ്യത്തിലേക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനതയുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഫലം കണ്ടിട്ടുമുണ്ട്. എനിക്ക് പാലക്കാട് വന്ന് സംസാരിക്കുന്ന എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശോഭയുടെ പാർട്ടിയിലെ മഹത്വം എന്താണെന്നും പ്രവർത്തനത്തിന്റെ മഹത്വം എന്താണെന്നും പാർട്ടിയിൽ എത്രമാത്രം ശക്തിയാണ് ശോഭ എന്ന് പറയുന്ന ഒരു ബിന്ദു നൽകിയിരിക്കുന്നതും എന്നതിനെ സംബന്ധിച്ച് പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ നല്ല ബോധ്യം വേണ്ടുന്ന ഒരു സമയമാണ്. ശോഭയും സുരേന്ദ്രനെയും പോലെ രണ്ട് സിംഹങ്ങൾ നിയമസഭയിൽ ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യം. പാർട്ടി ആരും മോശക്കാരനല്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖരനായാലും വിഷയത്തെ സംബന്ധിച്ച് നല്ല പഠനത്തോടെ നല്ല അപഗ്രഥന ബോധത്തോടെ വിഷയങ്ങൾ സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഒരു ആക്രോശം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രോശത്തിൽ നിന്ന് ഗുണഭോഗം നടത്താനാവും എന്ന നിലയിലുള്ള നിയമസഭയിലെ പ്രവർത്തനം അല്ലെങ്കിൽ നിയമസഭയിൽ നിന്ന് തെറ്റാനും പുറത്തു വന്ന് പ്രക്ഷോഭ മുഖത്തിറങ്ങുമ്പോഴും ഈ രണ്ട് വ്യക്തികളും ഉറപ്പായിട്ടും കേരളത്തിൽ നമുക്ക് വിലമതിക്കാനാവാത്ത വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ NDAക്കോ അല്ല അതിന്റെ കരുത്ത് പകരുന്നത്, മറിച്ച് കേരളത്തിലെ ഒരുപക്ഷെ ഉഴലുന്ന താഴെത്തട്ടിലെ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് തന്നെ പറയണം ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ നല്ലതുപോലെ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികളെന്ന നിലയ്ക്ക് ഒരുപാട് സംഭാവനകൾ രണ്ടുപേർക്കും നൽകാൻ സാധിക്കും. നമുക്ക് അവരുടെ കൂട്ടത്തിൽ കൂടാൻ ഇതുപോലെ തന്നെ വിഷയത്തിൽ നല്ല അപഗ്രഥന ശേഷിയുള്ള ശങ്കുത്തിദാസിനെ പോലെയും ഒരുപക്ഷെ ഒരു പ്രത്യേക തലത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ മത്സരിക്കുന്ന ശ്രീ മേജർ രവി, വടക്കാഞ്ചേരിയിലെത്തുമ്പോൾ ഉല്ലാസ് ബാബു, ഇവർക്കൊക്കെ ഒരുപക്ഷെ അന്ത്യചർച്ചയ്ക്ക് വലിയ കുത്തക കമ്പനികളിൽ നിന്ന് പണം വാങ്ങി സബ്സ്റ്റൻസ് വയ്ക്കുന്ന ചാനലുകളിൽ വന്നിരുന്ന് മാത്രം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനാണ് നമ്മൾ അവസരം ഇതുവരെ നൽകിയിട്ടുള്ളത്. അതൊരു വലിയ അവസരം തന്നെയാണ്. പക്ഷെ അതിന്റെ ലാഭം രാഷ്ട്രീയപരമായിട്ട് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്നും കരുത്തുള്ള ജനപ്രതിനിധി സ്വഭാവമുള്ള ഒരുപക്ഷെ വിജയം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം മാത്രമില്ലാത്തതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്ന് ഒരുപക്ഷെ നിയമസഭയിലെ ഡെലിബറേഷൻസിലൂടെ അവിടുത്തെ അവരുടെ പ്രകടനത്തിലൂടെ
ജനങ്ങൾക്ക് ഗുണമെത്തിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഇപ്പോഴും നിയമസഭയ്ക്ക് പുറത്തു നിൽക്കുന്ന നല്ല കഴിവുള്ള ഒരു 50 പേരെങ്കിലുമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് കാഡറുകളിൽ. ഇവരൊക്കെ എത്രയോ കാലമായിട്ട് ശ്രീ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വിജയത്തിന്റെ ഒരു കോളത്തിനകത്ത് നമ്പറുകൾ വന്ന് ചേർക്കുവാൻ സാധിച്ചിട്ടില്ല. ശ്രീ പി കെ കൃഷ്ണദാസ് തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും പാർട്ടിയുടെ വളർച്ച ഒരിക്കലും കീഴ്പോട്ടായിട്ടില്ല. ശ്രീ കുമ്മനം രാജശേഖരൻ അണികളെല്ലാം വികാരവായ്പോടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അതിന്റെയും കൊയ്ത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ശ്രീ സുരേന്ദ്രൻ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയി ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നമുക്ക് കുമ്മനം രാജേട്ടൻ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്താണ് നമുക്ക് ആദ്യത്തെ അക്കൗണ്ട് തുറക്കുവാൻ സാധിച്ചത് നിയമം. അതുപോലെ സുരേന്ദ്രൻ അധ്യക്ഷനായി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ തന്നെ ഒരു കാലത്തും സാധ്യമല്ല എന്ന് പറയുന്ന തൃശൂരിലെ കേരളത്തിലെ അക്കൗണ്ട് തുറക്കുവാൻ സാധിച്ചത് സുരേന്ദ്രൻ കേരളം നയിക്കുമ്പോൾ. പടിപടിയായുള്ള ഉയർച്ച, ആ ഉയർച്ച ഇന്ന് കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മുഴപ്പിച്ച് കാട്ടിയ, ഭയപ്പെടുത്തി അകറ്റി നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ സംഘടന സാങ്കേതികപരമായി ഉയർത്തിക്കൊണ്ട് പുതിയ യുഗത്തിലേക്ക് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കോളത്തിന്റെ എണ്ണങ്ങളുടെ അത്യാവശ്യകത വന്നിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ ടീമും ഒരുപക്ഷെ ഒരു വലിയ പോരാട്ടത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു പോരാട്ടത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറുപക്ഷത്ത് വോട്ട് ചെയ്യുന്ന ജനതയ്ക്കും ആ വികാര വായ്പിനോട് ഒരു ഉത്തരവാദിത്വം കാട്ടേണ്ടതുണ്ട് എന്നത് തന്നെയാണ് എന്റെ പക്ഷം. ഇതാണ് അവസരം, സജ്ജമാണ്. കേന്ദ്രഭരണം സാങ്കേതികമായി തന്നെ കേരളത്തിൽ പരിപൂർണമായി ജനങ്ങളുടെ ഉപയോഗത്തിലേക്കും ഉപഭോഗത്തിലേക്കും എത്തിക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു വൻ സന്നാഹം കേരള നിയമസഭയിൽ 2026 ഉയർത്തി രൂപപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത് സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വം ആണെങ്കിൽ പോലും ഏറിയ ഉത്തരവാദിത്വം കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അല്ലാതെ ചാനൽ ചർച്ചയിലുമൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ പൊതുനിരത്തിലേക്ക് ചാനൽ പ്രവർത്തകരിറങ്ങുമ്പോൾ ഈ പരിദേവനങ്ങളും പുലമ്പലുകളും ഒന്നും നടത്താതെ പ്രതി നടപടി അവരുടെ കലാകാലങ്ങളായിട്ടുള്ള ഒരു 5 വർഷവും അവർക്ക് ലഭിച്ചിട്ടുള്ള ദുരന്തത്തെ സംബന്ധിച്ച് അവർക്ക് അതിനൊരു പുതിയ എഴുത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ, ഒരു തിരുത്തെഴുത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനവസരം പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങളെ, ഇതാണ് അതിനുള്ള കൃത്യമായ മുഹൂർത്തം. കേരളത്തിൽ അങ്ങനെ ഒരു വലിയ മനംമാറ്റം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് കോളം നിറയ്ക്കുന്ന തരത്തിൽ ഡബിൾ ഡിജിറ്റുകളുടെ ഉന്നത ശ്രേണിയിലേക്ക് എത്തിക്കുന്നതും നമ്മൾ മിനിമം പാസ് മാർക്ക് വെച്ചിട്ടുണ്ട്. ആ മിനിമം പാസ് മാർക്കിലേക്കെങ്കിലും കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കേരളത്തിലെ ജനത തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് 4 പേരെ ജയിപ്പിച്ചയക്കേണ്ട ഒരു വലിയ കർത്തവ്യം പാലക്കാട് ജില്ലയ്ക്കുണ്ട്. ആ 4 പേർ സംഘത്തെ നയിക്കുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരിക്കണം. എന്റെ ശോഭയെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കൽ എനിക്ക് ഓടിത്തരുന്നതാണ്. ഇതൊരു ആത്മാർത്ഥമായ കണ്ടെത്തലാണ്.
കേരളത്തെ ഒരൊറ്റ സംഗതിയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാലം. എല്ലാവരും വലിയ വായിൽ വിളിച്ചു പറയുന്നതും അതാണ്, രാഷ്ട്രീയ പ്രബുദ്ധത. എന്ത് പ്രബുദ്ധതയാണ് നമ്മൾ കാട്ടുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ എന്തിനാണ് കേരള ജനത ഒരു ഉഴലുന്ന ജനതയായി നിലകൊള്ളുന്നത് നിരന്തരമായി? എന്തുകൊണ്ടാണ് ഇലക്ഷന് മുമ്പും ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഫലത്തിനെതിരെ പോലും രോദനമാണ്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ അതൃപ്തിയിൽ നമ്മൾ ഒരു ഇലക്ഷനിൽ നിന്ന് അടുത്ത ഇലക്ഷൻ വരെ അതൃപ്തിയിൽ എന്തിനാണ് നമ്മുടെ യാനം, സഞ്ചാരം? അപ്പൊ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കുവാൻ, വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് നിർവഹിക്കുവാൻ, അവരുടെ കടമ നിറവേറ്റുവാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്റെ ഒരു രാഷ്ട്രീയ പഠനമല്ല എനിക്കിത് പഠിപ്പിച്ചു തരുന്നത്. ഒരു വോട്ടർ എന്ന നിലയ്ക്ക് കൂടി ചിന്തിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വോട്ടേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ടാണ് എന്റെ ഈ അന്വേഷണവും കണ്ടെത്തലും എന്താണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധത വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഒന്നുമല്ല പ്രകടിപ്പിച്ചത്, അവർക്ക് വ്യക്തിയെ തെരഞ്ഞെടുക്കാനായി അവിടുത്തെ വ്യക്തികളാണ് ആ വ്യക്തിയെ തെരഞ്ഞെടുത്തത്. ഒരു രാഷ്ട്രീയവുമില്ലാതെ, ഒരു മതവുമില്ലാതെ, ഒരു വർണ്ണവും ഗന്ധവുമില്ലാതെ കൃത്യമായി അവർക്ക് എന്ത് സൂചന കിട്ടിയോ അതനുസരിച്ച് അവർ തെരഞ്ഞെടുത്തു. നിർവഹണത്തെ സംബന്ധിച്ച് 5 വർഷം എനിക്കുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന പത്ര സഹോദരിയെയും കൂടി ഉദ്ദേശിച്ചാണ് വ്യക്തമായി പറയുന്നത്. പ്രിയ, 5 വർഷം എനിക്കുണ്ട്. അതിനു മുമ്പൊന്നും ആരും ഒരുപാട് ഇളകണ്ട ഒരു ആവശ്യവുമില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും വോട്ട് ചോദിച്ചു വരുമ്പോൾ പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിച്ചു വരൂ. പക്ഷെ അന്നേരം കണക്ക് വെക്കണം. എനിക്ക് മുമ്പേ വന്ന 5 വർഷങ്ങളിലേക്ക് ഏത് 5 വർഷമാണ് എന്നേക്കാൾ മികച്ചതായിരുന്നതെന്ന് ഈ സഹോദരങ്ങൾ തന്നെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി തരണം. വേണ്ടേ? അപ്പൊ രാഷ്ട്രീയ പ്രബുദ്ധതയല്ല വേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വന്നു നിന്ന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നവരെ അല്ല വിശ്വസിക്കേണ്ടത്. അതൊക്കെ ഒരു സൂചനയായി എടുക്കാം. അത് ഇടതും വലതും നടുവായാലും നിങ്ങൾക്കതൊക്കെ സൂചനയായി എടുത്തുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമല്ല, അന്വേഷണത്തിന്റെ രാഷ്ട്രീയം. ഞാൻ ഇന്നലെ മുതൽ പറയുന്ന കാര്യമാണ്. അന്വേഷണത്തിന്റെ രാഷ്ട്രീയം വേണ്ടത് വോട്ട് ചെയ്യുന്ന, വോട്ട് ചെയ്തത് വഴി തൃപ്തിയുള്ള ഒരു ഫലപ്രഖ്യാപനം വന്ന് വിഭാഗം വോട്ട് ചെയ്യുന്ന ജനതയുടെ അന്വേഷണ രാഷ്ട്രീയം അത് വേണം. ആ അന്വേഷണത്തിലൂടെ നിങ്ങൾ പത്രക്കാരോ രാഷ്ട്രീയ പ്രവർത്തകരോ പറയുന്ന സത്യമോ അസത്യമോ അതിന് മേലെ ഒരു പരമമായ സത്യമുണ്ടെങ്കിൽ ആ സത്യം കണ്ടെത്തണം. കണ്ടെത്തലിന്റെ രാഷ്ട്രീയം. ആ കണ്ടെത്തലിൽ നിന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതിന് അവലോകനം വേണം. അവലോകന രാഷ്ട്രീയം, കണ്ടെത്തൽ രാഷ്ട്രീയം. ഇനി ഇത്രയും നടത്തിയതിന്റെ ഈ 4 വേർട്ടിക്കൽസും നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു നിർദ്ദേശം നൽകുന്ന ഹൃദയമുണ്ടാകണം. ആ നിർദ്ദേശം അനുസരിച്ച് എന്ത് തിരുത്തെഴുത്താണ് നിങ്ങൾ കുറിക്കാൻ പോകുന്നത്? അതിന് രാഷ്ട്രീയ കക്ഷിയൊന്നും നിങ്ങളുടെ ഒരു പ്രശ്നമായിരിക്കരുത്. ഓരോ തവണയും നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതെന്നല്ല, ഇത്രയും ദുരന്തം ഒരിക്കലും ഇനി ഉണ്ടാവരുത് എന്ന് പറഞ്ഞൊരു ശ്രമം നടത്തുന്നതിന്
നിങ്ങൾക്കൊരു മാറ്റെഴുത്ത് വേണമെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രതിനിധിയാണ്. കേന്ദ്രത്തിലെ സർക്കാർ ഒരു കസേര തന്ന് എന്നെ ഇരുത്തിയിരിക്കുന്ന, അങ്ങനെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. പക്ഷെ എങ്കിലും ഞാൻ മലയാളി സഹോദരങ്ങളോട് പറയുന്നു, ഇതാണ് അവസരം, മാറ്റെഴുത്തിനുള്ള അവസരമാണ്. അത് കൃത്യമായി പാലക്കാട് ജില്ലയിൽ ശോഭയിലൂടെ താമര ചിഹ്നത്തിലൂടെ നടപ്പിലാക്കിയെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ബാക്കി വിമർശനങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമെല്ലാം ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് തൃശ്ശൂർ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? ചെമ്പാണോ സ്വർണമാണോ? അല്ലേ? ഗോപിയാശാനാണോ അതോ ഗോപിയാശാന്റെ മകനാണോ? രാമകൃഷ്ണനാണോ അതോ കലാഭവൻ മണിയാണോ? ഇതൊക്കെയായിരുന്നു ചോദ്യം. അതൊക്കെ ഇപ്പൊ എല്ലാം ആദ്യമായി പോയില്ലേ? ഇപ്പൊ സ്വർണവും ചെമ്പും ഒക്കെ ചോദിച്ചവർ സ്വർണം ചെമ്പാക്കി മാറ്റി, ചെമ്പ് സ്വർണമാക്കി മാറ്റി ആണോ? ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു കഴിഞ്ഞ നിയമസഭയിൽ ശോഭയും സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഒരു SIT പ്രഖ്യാപിച്ചത് സർക്കാരൊന്നുമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയിൽ SITയുടെ പ്രവർത്തനത്തെ സംശയിച്ചുകൊണ്ട് ഇത് CBI ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തി അതിനെ അടിച്ചമർത്തി. ജനങ്ങളുടെ ഹൃദയത്തെയാണ് ചവിട്ടിത്തേച്ചതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ജനങ്ങൾ ആഗ്രഹിച്ചതാണത്. നമ്മൾ ഹൈക്കോടതി എന്ത് പറയുന്നോ അത് വിലയിരുത്തും, നമ്മളത് മനസ്സിലാക്കും, നമ്മളത് വകവെച്ചു കൊടുക്കും, അതിന് മര്യാദ നമ്മൾ അർപ്പിക്കും. ആ SITയുടെ കണ്ടുപിടുത്തം നടന്നതിനകത്തൊക്കെ നിയമസഭയിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ചീട്ടിട്ട് കളിക്കുകയായിരുന്നു. ഒരാള് കടകംപള്ളിയുടെ ചീട്ടിടും, അപ്പുറത്തുനിന്ന് സോണിയാഗാന്ധിയുടെ ചീട്ടിടും, ഒരു വാസവൻ മന്ത്രിയുടെ ചീട്ടിടും, ഇപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ മോളുടെ ചീട്ടിടും. ഇങ്ങനെ ചീട്ടുകളിട്ട് ജോക്കറും റാണിയും രാജയൊക്കെ ഇറക്കി കളിച്ചതല്ലാതെ ആ സ്വർണം എവിടെ, ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കടോ എന്ന് പറയണമായിരുന്നെങ്കിൽ ഇങ്ങനെ 2-3 പുലികൾ അതിനകത്ത് ഉണ്ടാവണമെന്നായിരുന്നു. ആണോ? ആണോ? ഞാൻ ഈ പറഞ്ഞ അംശങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന് കൃത്യമായ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ രക്ഷകർ നിങ്ങൾ മാത്രമാണ്, ഞാനോ ശോഭയോ അല്ല. ഇവിടുത്തെ കർഷകരുടെ പ്രശ്നം, ഇവിടുത്തെ പ്ലാച്ചിമട എങ്ങനെ കൂട്ടിക്കെട്ടി കുത്തകകളെ പറഞ്ഞയച്ചു, ഇന്ന് ഏത് കുത്തകയ്ക്ക് തീരെഴുതി കൊടുത്തു, ഇതൊക്കെ നിങ്ങൾക്കറിയണ്ടേ? ഈ ബ്ലൂടൂത്തും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ലോകം മുഴുവൻ ഭാരതത്തിൽ ഉറ്റുനോക്കുന്ന സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു സെക്ടർ എന്ന് പറയുന്നത്, ഇതൊന്നും ഒഴുകിത്തുന്ന നിങ്ങളുടെ വിശപ്പടങ്ങില്ല, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രക്തോട്ടവും ശുദ്ധമാവില്ല. ആ കർഷകൻ മണ്ണൊഴുത് മറിച്ച് അതിനകത്ത് നെല്ലോലകൾ വിരിഞ്ഞ് അത് സ്വർണ്ണക്കതിർ തൂകി അത് നിങ്ങളുടെ അന്നപാത്രത്തിലെത്തണം. അവന്റെ കണ്ണീര് തുടയ്ക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? 3 കാർഷിക നിയമങ്ങൾ വന്നപ്പോ പത്രസമൂഹം അടക്കം ഒരു കാർഷിക അഭിവൃദ്ധിക്കാണ് ആസിഡ് ഒഴിച്ച് കത്തിച്ചു കളഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതൊരു വലിയ കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ ആ സമരത്തിലും ഇപ്പൊ ഇലക്ഷനിലും ഒക്കെ കേരളം ഒഴിച്ച് ബാക്കി
ബംഗാൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭയങ്കര ചങ്ങാതിമാരാണ് കേട്ടോ. ഇവിടെ മാത്രം ഫ്രോഡാണ്. ചങ്ങാതിമാരാണ്, പക്ഷെ ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞ ഏറ് തന്നെ. പക്ഷെ പെടാൻ പോകുന്നത് കേരളത്തിലെ പാവം ജനങ്ങളാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഡീലിനെ സംബന്ധിച്ചും പീലിനെ സംബന്ധിച്ചുമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡീലിനെ സംബന്ധിച്ച് ഇനിയിപ്പോ വലിയ സിംഹം ഡൽഹിയിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നതോടുകൂടി മിക്കവാറും പന്തം ഫിറ്റ് ചെയ്ത് നടക്കേണ്ടി വരും. അതേ സംഭവിക്കും. ഒരുപാട് പൊള്ളും കേരളത്തിലെ ഈ വക്ര നേതാക്കന്മാർക്ക് മുഴുവൻ പൊള്ളും. യഥാർത്ഥ വിഷയങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത്, ചർച്ച ചെയ്യരുത്. അതിന് വഴിതിരിച്ചു വിടാനാണ് ഡീലും പീലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കർഷകരുടെയൊക്കെ നെല്ല് കൊയ്തെടുത്ത് കൺസ്യൂമർ ഫെഡോ ഇവിടുത്തെ സിവിൽ സപ്ലൈസോ ഒന്നും എടുക്കാതെ റോഡ് ടാർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരുന്ന ചല്ലിക്ക് പോലും അതിന്റെ ചതുരം പിടിക്കുക എന്ന് പറയും അല്ലേ? കണ്ടിട്ടില്ലേ? ഞാനിപ്പോ എന്റെ കുട്ടിക്കാലം മുഴുവൻ കണ്ടിട്ടുണ്ട്. ചല്ലി കൊണ്ടുവന്നിറക്കി അന്ന് വലിയ മര്യാദ. ഇതിനകത്ത് ഒരു കല്ല് പോലും ഒരു പാവപ്പെട്ടവൻ എടുത്ത് കൊണ്ടുപോയി മാളിക പണിയരുത്. അതിനുവേണ്ടി സ്ക്വയർ പിടിക്കുക എന്ന് പറയും. ഒരു തടിയുടെ ഒരു ആംഗിൾ ഉണ്ട്, ഒരു വല്ലാത്ത ആംഗിളാണ്. 45 അല്ല 90 അല്ല, അങ്ങനെ ഒരു ആംഗിളിലാണ് ഇത് ചതുരം പിടിക്കുന്നത്. ആ പാറയ്ക്ക് പോലും ഉണ്ട് മര്യാദ. പാവപ്പെട്ട കർഷകൻ കൊയ്തു കൊണ്ടുവന്ന് കറ്റയടിച്ച് അല്ലേ കാറ്റിൽ തൂറ്റി പതിര് മാറ്റി കൊണ്ടുവന്നിരുന്ന നമ്മുടെ അന്നത്തിന് റോഡ് സൈഡിലിട്ടാൽ അതുപോലും ആരും അടിച്ചുകൊണ്ട് പോകരുത്, അതാരും കയറി നശിപ്പിക്കരുതെന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ പോലും ഏത് സർക്കാരാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്? കൃത്യമായിട്ട് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാശ് കൃത്യമായി അവന് കൊടുത്തിട്ടുണ്ടോ? അവന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാൻ വേണ്ടി ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ സിവിൽ സ്കോർ എന്താണ് തടസ്സം നിൽക്കുന്നതെന്നറിയോ? നമ്മുടെ അന്നം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവൻ കൃഷി ഇറക്കാൻ വേണ്ടി കടമെടുത്ത കാശിന്റെ തടസ്സമാണ് അവന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് പോലും വലിയ ഹേർഡിലായിട്ട് നിൽക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്? 3 കാർഷിക നിയമങ്ങൾ തച്ചുടച്ചപ്പോൾ നിങ്ങൾ അതിന് പ്രതിവിധിയുമായി വന്ന് അത് പരിഹരിച്ചോ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട മുഹൂർത്തം എന്ന് പറയുന്നത് ഇലക്ഷന് മുമ്പാണ്. ആരോടും ചോദിക്കണ്ട. കുത്തിത്തെരിപ്പ് ന്യായങ്ങളുമായിട്ട് മാത്രം വരും. അതും നിങ്ങളെ വഴിതെറ്റിക്കാൻ പാടില്ല. ചോദ്യം നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടെത്തലിന്റെ രാഷ്ട്രീയം. അതിൽ നിന്ന് മാറ്റെഴുത്ത് നടത്തി മാറ്റുരച്ച് ഒരു പുതിയ എഴുത്ത് വരും. കുടിവെള്ളത്തിന്റെ പ്രശ്നം അതും പാലക്കാടിന്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ സഹോദരി ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പ്ലാച്ചിമട എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം സിനിമയിലല്ലേ, സിനിമയിൽ ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ലല്ലോ, ഇപ്പോഴും ഭരചന്ദ്രനല്ലേ? അന്നും ഭരചന്ദ്രനെ പോലെ തന്നെയാണ് ആ സമരമുഖത്തുണ്ടായിരുന്നത്. സഖാവ് VS അച്യുതാനന്ദന്റെ കൂടെ ഉണ്ടായിരുന്നു, എൻഡോസൾഫാൻ വിഷയത്തിലുണ്ടായിരുന്നു, മുല്ലപ്പെരിയാർ ഡാമിന്റെ പക്ഷെ രമേശ് ചെന്നിത്തലയുടെയും കൂടെ ഉണ്ടായിരുന്നു. ജനകീയ വിഷയങ്ങളിലാണ് അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. അതിന് ചിലരൊക്കെ ഇപ്പോൾ വരുന്ന വീഡിയോയിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മഹാന്മാർ വരുന്നത്. എന്ത് രാഷ്ട്രീയം ഇയാളുടെ? അച്യുതാനന്ദന് വോട്ട് ചോദിക്കും, രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചോദിക്കും, ജോസ് തെറ്റയിൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധിച്ച് വിളിച്ച് രമേശ് ചെന്നിത്തല 5000 വോട്ടിന് പിന്നിലാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഇത് പറയുന്നത് എന്നെ കുറിച്ച്. ജോസ് തെറ്റയിലെ എന്റെ പ്രചരണം ഉച്ചകൊണ്ട് നിർത്തിച്ചു വെച്ച് എന്നെ ഹരിപ്പാട് കൊണ്ടുപോയി തൃക്കുന്നവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി.
കൊണ്ടുപോയത് ഏറെ വാങ്ങിച്ചു തരാനാണ്. കാരണം അത് CITU CPM-ന്റെ ഒക്കെ വിഹാര കേന്ദ്രമാണ്. ആ മഹാനാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. അപ്പൊ രാഷ്ട്രീയ പ്രബുദ്ധ എന്ന് പറയുന്നത് കുടുങ്ങി തിന്നാൻ പോലും കൊള്ളില്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായില്ല. കുടിവെള്ള പ്രശ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. യശസ്വി പ്രധാനമന്ത്രി ഉമാഭാരതി എന്ന് പറയുന്ന മന്ത്രിയെ വെച്ച് ഗംഗാ പദ്ധതി തുടങ്ങി. അത് പിന്നീട് ജലനിധി മിഷനായി മാറി. മാക്സിമം പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് 8 കിലോമീറ്റർ അകലത്തിൽ നിങ്ങൾ കേന്ദ്രമിട്ട് തന്ന പൈപ്പിൽ നിന്ന് ഒരു വീട്ടിലേക്ക് ചെറു പൈപ്പുകൾ ഇട്ട് റെഡ്യൂസർ ഇട്ട് ഓരോ ലെവലിലുള്ള റെഡ്യൂസേഴ്സ് ഇട്ട് അത് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് 3/4 ഇഞ്ചിന്റെ റെഡ്യൂസർ ഇട്ട് ഒരു ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ചുമതല ആർക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരി ഇപ്പൊ പറയണം. അവിടെ നിന്ന് എഴുന്നേറ്റെന്ന് പറയാം. ആരുടെ ചുമതലയാണ്? അപ്പൊ കുടിവെള്ളം പാലക്കാട്ടുകാരുടെ ജീവൻ തുടങ്ങി വെക്കാനും ജീവൻ ഒടുങ്ങുമ്പോഴും ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ അത് മുട്ടിച്ചതാരാണെന്ന് എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിലും അവരൊക്കെ പറയണം. ഇതൊക്കെ എന്ന് സാധ്യമാവും? എനിക്കെന്റെ MP ഫണ്ട് നിർവഹിക്കുന്നതിന് ഇപ്പൊ അവിടെ 8, ഇതിനു മുമ്പുണ്ടായിരുന്ന 6 കൗൺസിലേഴ്സാണ്. ആ 8 കൗൺസിലേഴ്സിനെ കൊണ്ട് എനിക്ക് സുഗമമായിട്ട് സാധിക്കും. പക്ഷെ ആ 8 പോയിട്ട് 48 കൗൺസിൽ BJPക്ക് വോട്ട് ചെയ്ത് ഒരു BJP കൗൺസിലറെ തരാത്തത് കൊണ്ട് എന്റെ കരുണ അവിടെ കിട്ടിക്കൂടാ എന്ന് തീരുമാനിച്ചാൽ ആരുടെ തീരുമാനമാണത്? ഉദ്യോഗസ്ഥർക്ക് വരെയുണ്ട് രാഷ്ട്രീയം. അതുകൊണ്ട് നല്ല കടിച്ചു പറിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയ ഭരണ സംസ്കാരത്തെ കടിച്ചു പറിക്കുന്ന ജനപ്രതിനിധികളെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. പാലക്കാട് അതിനൊരു വലിയ മാതൃകയാവട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് താമരചിഹ്നം മറക്കേണ്ട എല്ലാവർക്കും എന്റെ സ്നേഹം. നന്ദി, നമസ്കാരം. ശോഭ ചേച്ചിയുടെ പ്രചരണാർത്ഥമായിട്ടുള്ള സോങ് ഇവിടെ ഇനാഗുറേഷൻ ചെയ്യുകയാണ്.